മലയാളം തമിഴ് സിനിമാ വേദികളിൽ 20 വർഷത്തോളം പിന്നണി ഗായികയായി തിളങ്ങിയ സംഗീതജ്ഞയും ഗായികയുമായിരുന്നു AP കോമള. കഴിഞ്ഞ വർഷം ഏപ്രിൽ 26 അവർ ചെന്നൈയിൽ വെച്ച് നിര്യാതയായപ്പോൾ പുറം ലോകം മാത്രമല്ല, സംഗീത ലോകവും അറിഞ്ഞില്ല, ചലച്ചിത്ര രംഗവും അറിഞ്ഞില്ല. അവർ വർഷങ്ങളോളം മറവി രോഗം പിടിപെട്ട് ഒരു ഏകാന്ത ജീവിതത്തിലായിരുന്നു അവർ. ഭർത്താവോ മക്കളോ ഇല്ലാത്തവർ അവസാനം വരെ അവിവാഹിതയായി തുടർന്നു. മലയാള സിനിമയിൽ പല ഹിറ്റ് ഗാനങ്ങളും അവരുടേതായിട്ടുണ്ട്. നിരവധി മലയാള സിനിമകളിൽ അവർ പാടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ് സിനിമകളിലും അവർ പാടിയിട്ടുണ്ട്. MGR, ശിവാജി ഗണേശൻ, MN നമ്പ്യാർ, ജെമിനി ഗണേശൻ, മലയാളത്തിൽ സത്യൻ, പ്രേം നസീർ, KP ഉമ്മർ, അടൂർ പാസി, മധു തുടങ്ങിയവർ അഭിനയിച്ച സിനിമകളിൽ അവർ പാടിയിട്ടുണ്ട്. ഇവരുടെയെല്ലാം അതുപോലെ തന്നെ പ്രസിദ്ധ നടിമാര് ശാരദ, ഷീല, രാഗിണി, KR വിജയ തുടങ്ങി ഒരു കാലഘട്ടത്തിലെ സൂപ്പർ താരങ്ങളായിരുന്ന നടന്മാരും നടിമാരും അഭിനയിച്ച നിരവധി സിനിമകളിൽ AP കോമള പാടിയിട്ടുണ്ട്. എന്നാൽ അവരുടെ അവസാനത്തെ ജീവിതം ഏകദേശം ദുരിതപൂർണമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിശോക്തിയാവില്ല. ആരും അറിയപ്പെടാതെ ഏകയായി ചെന്നൈയിൽ അവർ കഴിഞ്ഞുകൂടുകയായിരുന്നു. മറവി രോഗം പിടിപെട്ട് ആരെന്ന് തിരിച്ചറിയാനാവാതെ സന്ദർശകരാരും തന്നെ സിനിമാ ലോകത്ത് നിന്ന് അതുപോലുള്ള മറ്റ് മേഖലകളിൽ നിന്നും സന്ദർശകരില്ലാതെ അത്യാവശ്യം ബന്ധുക്കളുടെ പരിചരണയിൽ അവർ അവസാന കാലഘട്ടം കഴിച്ചിട്ടുണ്ട്. അവർ ഇവിടെ പറഞ്ഞപ്പോഴും പുറലോകം അറിഞ്ഞില്ല. പ്രത്യേകിച്ചും അറിയേണ്ടുന്ന മേഖല, സിനിമാ മേഖല അവരെ അറിഞ്ഞില്ല. കാരണം അവരുടെ അവസാന കാലം ഏകദേശം അവര് മറവി രോഗത്തിന് അടിപ്പെട്ട് ആരും ശ്രദ്ധിക്കാതെ, ആരോടും ഉരിയാടാതെ ഒരു ഏകാന്ത ജീവിതം തന്നെയാണ് അവസാനം അവർ നയിച്ചത്. അതുകൊണ്ടായിരിക്കാം അവരെ ആരും ശ്രദ്ധിക്കാതെ പോയതും അവർ ജീവിതത്തോട് വിടവാങ്ങിയപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോയതും അത് കിട്ടേണ്ടുന്ന വാർത്താ പ്രാധാന്യം കിട്ടാതെ പോയതും. ഇന്ന് കഴിഞ്ഞ 28 ആഗസ്റ്റ് മാസം 28 അവരുടെ ജന്മദിനമാണ്. എന്നിട്ട് പോലും അവർ ശോഭിച്ചിരുന്ന മലയാള സിനിമാ മേഖലയോ തമിഴ് സിനിമാ മേഖലയോ സംഗീത ലോകത്തുള്ളവരോ അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അവർ ദക്ഷിണാമൂർത്തിയോടൊപ്പം, ബാബുരാജനോടൊപ്പം, K. രാഘവനോടൊപ്പമെല്ലാം സ്റ്റേജിൽ പങ്കിട്ട് അവർ പാടിയിട്ടുണ്ട്. അവരെല്ലാം മൺമറഞ്ഞു പോയി. അവരോടൊപ്പം ഉണ്ടായിരുന്ന പലരും
അവർ ശബ്ദം നൽകിയ, അവർ ഗാനങ്ങൾ ആലപിച്ച ആ സിനിമകളിൽ അഭിനയിച്ചവരോ അതിന്റെ സാങ്കേതിക വിദഗ്ധരോ മറ്റ് സംവിധായകരോ നിർമ്മാതാക്കളോ ഒന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പുതിയ തലമുറയുമായിട്ട് അവർക്ക് ബന്ധവുമില്ല. കാരണം അവർ നൂറ്റാണ്ടോളമായി സിനിമാ ലോകത്തുനിന്നും വളരെ അകന്ന് കഴിയുകയായിരുന്നു. ആകാശവാണിയിൽ നിന്നും വല്ലപ്പോഴും വിളിക്കുമ്പോൾ ആ ആകാശവാണിയിൽ ചെന്ന് ചില ഗാനങ്ങൾ പാടി അതിൻ്റെ പ്രതിഫലം കൊണ്ട് അത്യാവശ്യം മരുന്നും വാങ്ങിച്ച് അത്യാവശ്യം ബന്ധുക്കളുടെ സഹായം കൊണ്ടാണ് അവർ അവസാന കാലഘട്ടം കഴിച്ചു കൂട്ടിയത്. ഇത് എടുത്തു പറയാൻ കാരണം സിനിമാ ലോകത്ത് വൻ മരങ്ങൾ എല്ലാം ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സിനിമാ മേഖല ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമാ ലോകത്തെ പിടച്ചുലക്കിയ ആ സംഭവങ്ങൾ മലയാള സിനിമയുടെ തകർച്ചയിലേക്ക് വഴിവെച്ചത്, ആ തകർച്ചയിൽ നിന്ന് മലയാള സിനിമയ്ക്ക് രക്ഷപ്പെടുന്നതിന് കുറഞ്ഞത് ഇനി എത്ര വർഷങ്ങൾ വേണ്ടി വരുമെന്നുള്ളത് ഒറ്റ ഉത്തരത്തിൽ പറയാനാകില്ല. ആ ഒരു സാഹചര്യം കൂടി വന്നതുകൊണ്ടാണ് കേരളീയ ദർശൻ മൺമറഞ്ഞു പോയ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഇരിക്കുന്ന AP കോമളത്തെ അനുസ്മരിച്ചത്. അവർക്ക് വേണ്ടി ഒരു ഓർമ്മ പുതുക്കൽ, അവരോടൊപ്പം വേദി പങ്കിട്ടവര്, അവർ ശബ്ദം നൽകി സിനിമയിൽ അഭിനയ രംഗത്ത് ജീവൻ നൽകിയവര്, അവരെല്ലാം തന്നെയും പലരും ജീവിച്ചിരിപ്പില്ലെങ്കിൽ തന്നെയും അപൂർവം ചില ജീവിച്ചിരിപ്പുണ്ടാവാം. അവരും കോമളത്തെ മറന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ അവസരത്തിൽ കേരളീയ ദർശൻ AP കോമളത്തെ അവര് അറിയിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അവർ മലയാള സിനിമാ വേദിക്ക് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ അതെല്ലാം ഓർത്തുകൊണ്ട് അവരെ അനുസ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.